അതിജീവിതം ഇപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് അതിജീവിതയോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനും അല്ലെങ്കിൽ അന്വേഷണ സംഘവും ചെയ്യേണ്ടത് ഒന്ന് ഹൈക്കോടതിയിലേക്ക് പോവുക, പുതിയ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ പുതിയ ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യുക. അതിജീവിത ഇന്നേ നിമിഷം വരെ അന്വേഷണ സംഘത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം നമ്മുടെ നാട് ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ ഇവിടെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്ത് എല്ലാ നിയമങ്ങളെയും വ്യാഖ്യാനിക്കുക എന്നുള്ള ചുമതല കോടതികളിൽ നിക്ഷിപ്തമാണ്, ജുഡീഷ്യൽ വ്യവസ്ഥയിൽ നിക്ഷിപ്തമാണ്. സമരവുമായിട്ട് അതിജീവിതയ്ക്കൊപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഈ രംഗത്തിറങ്ങിയിട്ടിരിക്കുന്ന കുറേ ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, നമ്മുടെ സാമൂഹിക ജീവിതത്തിന് എതിരായിട്ട് എക്കാലവും നിലയുറപ്പിച്ചിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തെ തകിടം മറിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളാണ് ഈ അതിജീവിതയ്ക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് സമരത്തിൽ ഇറങ്ങി തിരിച്ചത്. എല്ലാവരും കേരളത്തിലെ മനസാക്ഷിയുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മനസാക്ഷിയുള്ള എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടുന്നതാണ് അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം. നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയല്ലേ ശിക്ഷിക്കേണ്ടത്, അല്ലാതെ പരസ്യ വിചാരണയും അല്ലെങ്കിൽ പണ്ടത്തെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നല്ലോ പ്രാകൃതമായ ശൈലിയിൽ ആളുകളെ ആൾക്കൂട്ട വിചാരണ ചെയ്യുന്ന ശൈലി നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാജഭരണകാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ അവസാനത്തെ അത്താണിയാണ് നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ആർക്കെങ്കിലും ദിലീപിനെതിരെ പരാതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദിലീപിനെതിരെ അടുത്ത പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം. അല്ല, ദിലീപിനാണ് പരാതി ഉള്ളത്, ദിലീപ് കൊണ്ട് വേണം പരാതിക്ക് പോകണം. നമസ്കാരം. ഈ ദിലീപ് വിഷയത്തിൽ ഇന്നലെ വീണ്ടും വിവാദങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ദിലീപ് എന്നുള്ള ചർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിലീപിൻ്റെതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അതിജീവിതയ്ക്ക് അവകാശങ്ങളുണ്ട്. ഇന്നലെ വീണ്ടും അതിജീവിത എല്ലാവർക്കും നീതി തുല്യമായിട്ടാണോ കിട്ടുന്നത് എന്ന് സംശയമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടുന്നത് നമ്മൾ കണ്ടു. തൊട്ട് പിന്നാലെ മഞ്ജു വാര്യരും പ്രതികരണവുമായി രംഗത്ത് വരുന്നു. ഇങ്ങനൊരു പ്രത്യാരോപണങ്ങൾ നടന്നു. ഇപ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന് അതിജീവിതയുടെ പക്ഷത്ത്, അതിജീവിതയുടെ അഭിപ്രായം എന്താണ് എന്ന് അതിജീവിത തന്നെ വ്യക്തമാക്കേണ്ടതാണ്, അത് അവർ വന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തൊക്കെ ഒരു സ്പർദ്ധ കാണുന്നുണ്ട്. ഈ സിനിമ മേഖലയിൽ രണ്ട് ലോബികൾ തമ്മിലുള്ള സ്പർദ്ധ. ഈ സ്പർദ്ധയ്ക്ക് സൈഡ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും അറിയാൻ പാടില്ലാത്ത, അതായത് എന്താ പറയുക, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ രണ്ട് പക്ഷം ചേർന്ന് പരസ്പരം സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറി വിളിക്കുന്നു. അതോടൊപ്പം തന്നെ KSRTC ബസ്സിൽ ദിലീപിൻ്റെ ഒരു സിനിമ പ്രദർശിപ്പിച്ചതിന് പോലും ബഹളം വെക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് എങ്ങോട്ടാണ് നമ്മുടെ കേരളത്തിലെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്? വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലേക്ക് തന്നെയാണ് സമൂഹം പോകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മുടെ നാട് ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ ഇവിടെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്ത് എല്ലാ നിയമങ്ങളെയും വ്യാഖ്യാനിക്കുക എന്നുള്ള ചുമതല കോടതികളിൽ നിക്ഷിപ്തമാണ്, ജുഡീഷ്യൽ വ്യവസ്ഥയിൽ നിക്ഷിപ്തമാണ്. സ്വാഭാവികമായിട്ടും ജുഡീഷ്യൽ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറിയുടെ ഏറ്റവും പരമപ്രധാനമെന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രം കേട്ട ശേഷമല്ല നമ്മുടെ കോടതികൾ വിധി പുറപ്പെടുവിക്കുന്നത്. എല്ലാ വസ്തുതകളും പരിശോധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വാദിയുടെയും പ്രതിയുടെയും സാക്ഷികളുടെയും പ്രോസിക്യൂഷൻ്റെയും ഒക്കെ തന്നെ വാദങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് കോടതികൾ വിധി പ്രഖ്യാപിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പൗരന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസാൾട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈമിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ വിക്ടിമിന് വേണ്ടി വാദിയായി വരുന്നത്. മറ്റേ അദ്ദേഹം എന്ന് പറയുന്നത് ഒന്നാം വിക്ടിമായിട്ട്, സാക്ഷിയായിട്ടാണ് കോടതിയിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഈ വിധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അവ്യക്തതയുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വീകരിച്ച മാർഗങ്ങൾ, അതായത് ഈ പറയുന്ന പ്രോസിക്യൂഷന് അനുകൂലമായിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, അടുത്ത അപ്പീൽ കോടതിയിൽ പോകാൻ സാധിക്കും. അപ്പോൾ അതായത് അവിടെ അപ്പീൽ കോടതിയിൽ പോകുമ്പോൾ പരിഗണിക്കുന്നത് എന്താണ്? ഏതെങ്കിലും തെളിവുകൾ പരിശോധിച്ചതിൽ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും സാക്ഷിമൊഴികളെ ഇനി വിസ്തരിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഈ ഓർഡറിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ 120B എന്ന് പറയുന്ന ഗൂഢാലോചന അപൂർവമായ കേസുകളിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, തെളിയിക്കപ്പെട്ടിട്ടുള്ളൂ. അതായത് ഒരു സറൗണ്ടിങ്, അതായത് ആരാണോ ഒരു ബെനിഫിഷ്യറി ഉണ്ടാവുകയും ആ ബെനിഫിഷ്യറിക്ക് വേണ്ടി ആ ബെനിഫിഷ്യറി ചെയ്തതനുസരിച്ച് ഒരു ഇൻറ്റൻഷനോട് കൂടി ഒരു ക്രൈം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി അതിൽ ഓൾ ഇൻ ഓൾ, അതായത് 1 മുതൽ എത്ര പ്രതികളുണ്ടോ അത്രയും പ്രതികൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഗൂഢാലോചനയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അവരുമായിട്ട് നേരിട്ട് ഈ പറയുന്ന ബെനിഫിഷ്യറി കിട്ടുന്ന ആളിന് ബോധ്യമുണ്ട് എന്ന് കോടതിയിൽ വിസ്തരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ കാര്യങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അതിജീവിതയ്ക്ക് നീതി ലഭിക്കേണ്ടെന്ന് ആർക്കും അഭിപ്രായമില്ല. എല്ലാവരും കേരളത്തിലെ മനസാക്ഷിയുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മനസാക്ഷിയുള്ള എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടുന്നതാണ് അതിജീവിതയ്ക്ക്
നീതി ലഭിക്കണം. അല്ല, ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്രൈം എക്സിക്യൂട്ട് ചെയ്ത ആളുകൾ ഓൾറെഡി ജയിലറയ്ക്കുള്ളിലായി. പക്ഷെ ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന നടത്തിയവർ ആര്? അവരെ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ല, ആരാണ് ശിക്ഷിക്കേണ്ടത് സാർ? നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയല്ലേ ശിക്ഷിക്കേണ്ടത്? അല്ലാതെ പരസ്യ വിചാരണയും അല്ലെങ്കിൽ പണ്ടത്തെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നല്ലോ പ്രാകൃതമായ ശൈലിയിൽ ആളുകളെ ആൾക്കൂട്ട വിചാരണ ചെയ്യുന്ന ശൈലി നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാജഭരണ കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം ഈ കോടതിക്കെതിരെ പല വിമർശനങ്ങൾ ഉയരുന്ന സമയത്തും ഈ കോടതി തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ അന്വേഷണ സംഘത്തിനെതിരെയും കോടതി തിരിയുന്നുണ്ട്. കാരണം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ രണ്ട് ഭാഗമാണ്. ഇവിടെ അതിജീവിതയുടെ ഒപ്പം നിൽക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം ഇവിടെ എന്താണ് ഈ ഒരു കേസിൻ്റെ മെറിറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കേസിന് വേണ്ടി ആരാണ് അന്വേഷിച്ചത്? അതിജീവിത ഇന്നേ നിമിഷം വരെ അന്വേഷണ സംഘത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടില്ല. പ്രോസിക്യൂഷൻ ഈ ഫയലുകൾ അന്വേഷണം എന്ത് ചെയ്യുന്നത്? ഈ ഫയലുകൾ കോടതിയിൽ ഹാജരാക്കുന്ന ആരാണ്? പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. നമുക്കറിയാം, പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിന് ഒരു വലിയ പ്രൊസീഡിങ്സ് ഉണ്ട്. അതായത് നമുക്ക് ഒരു കേസിൽ ഞാനൊരു വിക്ടിമാണെങ്കിൽ എനിക്കൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ ആവശ്യം വേണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം തന്നെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള 7 വർഷത്തിൽ മേളിൽ ലീഗൽ പരിചയമുള്ള ഒരാളുടെ സമ്മതപത്രം മേടിക്കണം. അതിനുശേഷം ജില്ലാ കളക്ടർക്ക് എന്ത് ചെയ്യണം? ഞാൻ അപേക്ഷ കൊടുക്കണം. ജില്ലാ കളക്ടർ സ്ഥലം SPയെ കൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് ഹോം സെക്രട്ടറിക്ക് അയക്കും. ഹോം സെക്രട്ടറി അതിനുശേഷം എന്ത് ചെയ്യുന്നു? അഡ്വക്കേറ്റ് ജനറൽ AGയുടെ നിയമോപദേശ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? പബ്ലിക് പ്രോസിക്യൂട്ടറെ അലോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അലോ ചെയ്ത ഒരാളിനെ കുറിച്ച് ഇവിടെ സംശയം രേഖപ്പെടുത്തിയിട്ടില്ല. ഇവിടെ സംശയത്തിലേക്ക് മുൻനിരയിലേക്ക് നിർത്താൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് കോടതിയെയാണ്. അതൊരു ജനാധിപത്യ സംവിധാനത്തിന് ഒരിക്കലും ഭൂഷണമല്ല. കാര്യം ഇവിടുത്തെ സാധാരണക്കാരൻ്റെ അവസാനത്തെ അത്താണിയാണ് നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ നീതി കിട്ടാത്ത, അല്ലെങ്കിൽ ഇവിടെ പൗരാവകാശം ലംഘിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇവിടെ അവകാശങ്ങൾക്ക് ലഭിക്കാത്ത ആളുകൾക്ക് ഭരണപരമായിട്ടോ അധികാരപരമായിട്ടോ പണപരമായിട്ടോ ഉന്നതിയില്ലെങ്കിൽ അവൻ്റെ അവസാനത്തെ ആശ്രയമാണ് ജുഡീഷ്യൽ വ്യവസ്ഥ. ആ ജുഡീഷ്യൽ വ്യവസ്ഥയെ കൊണ്ടുപോയി സംശയത്തിൻ്റെ ആലയിൽ കെട്ടാൻ എന്തില്ല? ആര് ശ്രമിച്ചാലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ശക്തമായിട്ട് ജുഡീഷ്യറി വിമർശിക്കുന്നവര്, അല്ലെങ്കിൽ ഇതിലെ പ്രതി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകളെ വിമർശിക്കുന്നവര് കാണേണ്ട ഒരു സിനിമയുണ്ട്. അത് ജനഗണമന എന്ന് പറയുന്ന പൃഥ്വിരാജ് അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ്. ആ സിനിമയിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം മാധ്യമങ്ങൾ അല്ല കുറ്റവാളിയെ കണ്ടെത്തേണ്ടത്, മറിച്ച് ഇവിടുത്തെ സാമൂഹിക മാധ്യമങ്ങളല്ല പ്രതിയെ കണ്ടെത്തേണ്ടത്. ഇവിടുത്തെ പ്രതിയെ കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നിയമങ്ങളുമാണ്. അല്ല, പ്രതിയെ കണ്ടെത്തുന്നത് മാത്രമല്ല, ഇവിടെ തെളിവ് വേണ്ടേ? കോടതിയുടെ ഇത്രയും വലിയൊരു ജഡ്ജ്മെന്റിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കുന്നു, ഇവിടെ കുറെ ആളുകൾ ഇന്നലെ എന്ത് ചെയ്യുന്നു? നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ വളരെ, അതായത് ചില ആളുകൾ അവരുടെ ഇത് റെഡിയാവത്തതിന് മറ്റുള്ള പഴിക്കുന്നു. എന്തിനേറെ പറയുന്നത്, ഇന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ KSRTC ബസ്സിൽ ദിലീപിന്റെ ഇതെന്തൊരു രാജ്യം ഇവിടെ. ഇവിടെ ദിലീപിന്റെ പടം ഒരാൾക്ക് കാണണ്ടെങ്കിൽ ദിലീപിന്റെ പടം കാണണ്ട. ആരെ ഇവിടെ നിർബന്ധിച്ച് കാണിക്കുന്നില്ലല്ലോ. കാണിക്കുന്നു എന്നുള്ളതാണ് ആ സ്ത്രീയുടെ ആക്ഷേപം. അല്ല, എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഇത്രയും, അതായത് അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കുന്നവർക്ക് പോലും എത്ര ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ദിലീപ് ഒരു കലാകാരനാണ്, അതിജീവിത ഒരു അതേ മേഖലയിൽ പല ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ട് ഒരു പർട്ടിക്കുലർ വിഷയത്തിന്റെ പേരിൽ ഇതെന്തൊക്കെയാണ് നാട്ടിൽ നടക്കാൻ പോകുന്നത്? കാരണം എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു മാനസികാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ പൊതുസമൂഹത്തിൻ്റെതെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിൽക്കുന്നതാണ്. ഇവിടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഒന്നും ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ട്. ഇവിടെ ആർക്കെങ്കിലും ദിലീപിനെതിരെ പരാതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദിലീപിനെതിരെ അടുത്ത പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം. അല്ല, ദിലീപിനാണ് പരാതി ഉള്ളത്, ദിലീപ് കൊണ്ട് വേണം പരാതിക്ക് പോകണം. അതല്ലാതെ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരാളെ കോടതി അക്യൂറ്റ് ചെയ്ത് വെറുതെ വിടുന്നു. അദ്ദേഹത്തെ അത് പിന്നെ പ്രതിയല്ല. അതാണ് നിയമവ്യവസ്ഥ. നമ്മുടെ രാജ്യത്ത് നിൽക്കാൻ നിയമം അനുശാസിക്കുന്നവർക്ക് മാത്രമേ നമ്മുടെ രാജ്യത്ത് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കത്തില്ല എന്ന് പറയുന്നത് രാജ്യദ്രോഹമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സമരം നടത്തുന്നതാണ്. ഇപ്പോൾ ഈ IFFKയുടെ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയി അതിന് മുമ്പിൽ നിന്ന് സമര നാടകങ്ങളൊക്കെ കളിക്കുന്നവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് ഡൽഹിക്ക് വണ്ടി കയറുക. ഡൽഹിക്ക് വണ്ടി കയറിയതിനു ശേഷം ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിൽ നിരാഹാര സമരം ഇരിക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ത്യൻ നിയമങ്ങളിലെ അതിനും കഴിയത്തില്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇപ്പോൾ പാർലമെന്റ് വിചാരിച്ചാലും കഴിയില്ല. കാരണം നമ്മുടെ രാജ്യത്തെ ബേസിക് സ്ട്രക്ചറിനെ, അതായത് നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഉറപ്പു നൽകുന്ന അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളുണ്ട്. ആ ബേസിക് സ്ട്രക്ചറിനെ മാറ്റം വരുത്താൻ
പാർലമെന്റിന് പോലും അധികാരമില്ല എന്ന് സുപ്രധാനമായ AK ഗോപാലൻ കേസിലും കേശവാനന്ദ ഭാരതി കേസിലും ഒക്കെ തന്നെ സുപ്രീം കോടതി നിരവധി വിധി പ്രസ്താവനകളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ആര് ഭരിച്ചാലും നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കാൻ അല്ലെങ്കിൽ അതിനെ തൊടാൻ ആർക്ക് കഴിയില്ല. ഇവിടെ ജുഡീഷ്യൽ വ്യവസ്ഥയിൽ അപ്പീൽ കൊടുക്കാമല്ലോ, ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിലേക്ക് പോകാം. അപ്പോൾ അവിടെ കൂടുതൽ തെളിവുണ്ടെങ്കിൽ കൂടുതൽ തെളിവ് കൊടുക്കാം, അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ പുതിയ എന്തെങ്കിലും കണ്ടെത്തലുകളുണ്ടെങ്കിൽ കണ്ടെത്തലുകൾ നടത്താം. അതല്ല, ഇനി ഗൂഢാലോചനയ്ക്ക് വേണ്ടി പുതിയ തെളിവുകൾ ഉണ്ടെങ്കിൽ പുതിയ കേസ് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാം. അപ്പോൾ അങ്ങനെ പല പല ഓപ്ഷൻസ് ഉള്ളപ്പോൾ ഇവിടെ ഒരാളെ വിധി പ്രസ്താവിച്ച ഒരു ഏറ്റവും നീതിയുക്തമായ വിധി മുൻകാലഘട്ടത്തിലും ഒക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കോടതിയെയും അല്ലെങ്കിൽ ഒരു ജഡ്ജിനെയൊക്കെ മുൾമുനയിലേക്ക് നിർത്തിക്കൊണ്ട് ഇവിടെ ഞങ്ങൾ ഇത് അംഗീകരിക്കത്തില്ലെന്നാണ് പറയുന്നത്. എന്താ എങ്ങനെ പറയാൻ പറ്റും അംഗീകരിക്കത്തില്ലെന്ന്? കാരണം രാജ്യത്തിന്റെ നിയമത്തെ അംഗീകരിച്ചില്ല പോകും. കാരണം ദിലീപിനെ അംഗീകരിക്കണമെന്ന് ആരും ഇവിടെ പറയുന്നില്ല, ദിലീപിനെ ന്യായീകരിക്കാനുമായിട്ടുമില്ല. നമ്മൾ ദിലീപിനെ ആരും ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഞാനൊരു ചോദിക്കുന്നത്, ഒരു വ്യവസ്ഥാപിത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥതയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരാള് ഒരു അക്യൂസ്ഡായി അല്ലെങ്കിൽ ഒരു കുറ്റത്തിൽ ഏർപ്പെട്ടു അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനായി, അയാൾക്ക് തെളിയിക്കാനുള്ള ഒരേ ഒരു വഴി, അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് കോടതിയിൽ വഴിയുള്ളൂ. അതല്ലാതെ അയാൾ സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു പൊതുയോഗം വിളിച്ചിട്ട് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന വ്യവസ്ഥയിലൂടെ അദ്ദേഹം നയിച്ചു. ഇനി എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ആക്ഷേപം അവിടെ ഉന്നയിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതി അദ്ദേഹത്തെ വീണ്ടും എന്ത് ചെയ്യട്ടെ, ഈ വിധിന്യായം സ്റ്റേ ചെയ്യട്ടെ. അപ്പോൾ അദ്ദേഹത്തെ കുറ്റക്കാരനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാതെ നമ്മുടെ ഒരു മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യുക, നമ്മുടെ മുഖത്തെ കല്ലെറിയുന്ന രീതിയിലുള്ള ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഇത്തരത്തിൽ ഇവിടെ ദിലീപ് മാത്രമാണോ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ദിലീപിനെതിരെ മാത്രമാണോ മലയാള സിനിമയിൽ ആരോപണങ്ങൾ വന്നിട്ടുള്ളത്? എത്രയെത്ര നടന്മാർക്കെതിരെ എന്തൊക്കെ ഗുരുതരമായിട്ടുള്ള ലഹരി കടത്തിന്റെ ആരോപണങ്ങൾ വന്നിട്ടില്ലേ? അല്ലെങ്കിൽ ഇത് സമാന സ്വഭാവമുള്ള ആരോപണങ്ങൾ വന്നിട്ടില്ലേ? കുറ്റപത്രം ചാർത്തിയിട്ടുള്ള എത്ര നടന്മാരുണ്ട്, ശിക്ഷാവിധികളിൽ ഏർപ്പെട്ട നടന്മാരുണ്ട്, ജയിലിൽ കിടക്കുന്ന നടന്മാരുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇവരെയൊക്കെ എന്താണ്, പാട്ട് കേൾക്കുമ്പോൾ ഉടൻ തന്നെ അവരെ ആ പാട്ട് അടച്ചു വെക്കുകയാണോ, അല്ലെങ്കിൽ TV കാണുമ്പോൾ അത് അടിച്ചു പൊട്ടിക്കുകയാണോ വേണ്ടത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്കകത്ത് ഒരു മാഫിയ ഗ്രൂപ്പുകളുണ്ട്. മാഫിയ ഗ്രൂപ്പുകൾ തന്നെ ഈ ദിലീപിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നില്ല. ഇതിനകത്തേക്ക് ഈ സാധാരണക്കാരായിട്ടുള്ള കുറെ മനുഷ്യർ ഒരു കാര്യമില്ല. അവരെന്തിനാണ്? എനിക്ക് സാധാരണക്കാരായിട്ടുള്ള എല്ലാവരോടും പറയാനുള്ളത്, കോടതിനെ വിമർശിച്ചാൽ ഉറപ്പായിട്ടും ആ കാര്യങ്ങൾ കോടതി ഇപ്പോൾ തന്നെ വാണിംഗ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, കോർട്ട് ലക്ഷ്യത്തിന് ഉൾപ്പെടെ എന്ത് ചെയ്യേണ്ടി വരും, ഈ കാര്യങ്ങളൊക്കെ മറുപടി പറയേണ്ടി വരും. സമരവുമായിട്ട് അതിജീവിതയ്ക്കൊപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഈ രംഗത്തിറങ്ങിയിട്ടിരിക്കുന്ന കുറെ ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, നമ്മുടെ സാമൂഹിക ജീവിതത്തിന് എതിരായിട്ട് എക്കാലവും നിലയുറപ്പിച്ചിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തെ തകിടം മറിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളാണ് ഈ അതിജീവിതയ്ക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് സമരത്തിൽ ഇറങ്ങി തിരിച്ചിട്ട്. ഞാൻ ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള ആർട്ടിസ്റ്റുകളല്ല ഉദ്ദേശിച്ചത്, അതിനൊക്കെ അപ്പുറത്തേക്ക് ചില ആളുകൾ ഈ എന്താ പറയുക, ദൃശ്യമാധ്യമങ്ങളിൽ തൻ്റെ ഫേസ് ഒന്ന് പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് നിൽക്കുന്ന ആളുകളുണ്ട്. പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നു. കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ട് മാധ്യമങ്ങൾക്ക് ദിലീപിനെ വിമർശിക്കാം, കോടതിയെ വിമർശിക്കാം, അതിജീവിതയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കാം. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, കേരളത്തിലെ എല്ലാ സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകളും തന്നെ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഒരു വ്യക്തിക്കെതിരെയുള്ള അതിക്രമം, ആരോപണം അതിര് കടക്കുന്ന സമയത്താണ് ചില ഇടപെടലുകൾ ചില ആളുകൾ. അതിര് കടക്കുകയല്ലല്ലോ ഇതിനൊരു വഴി. അതായത് എൻ്റെ ഒരു സംശയം, ഞാൻ ഒറ്റ കാര്യമാണ് ചോദിക്കുന്നത്, ഇതിൽ ദിലീപ് ഇനി മറ്റെന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്? 8 വർഷത്തെ വിചാരണ നേരിട്ടു. അല്ല, ദിലീപിനെ ആത്മഹത്യ ചെയ്യണോ? അതല്ല, അത് മറ്റൊരു ചോദ്യം. നീതിന്യായ വ്യവസ്ഥയിൽ ദിലീപ് ഇനി എന്താണ് ഈ ലോകത്ത് ചെയ്യാനുള്ള പറ്റുന്നത്? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, 84 ദിവസം റിമാൻഡിൽ പാർപ്പിച്ചു, 8 വർഷം വിചാരണ നടത്തി, അദ്ദേഹം പല അപ്പീലുകൾ കൊടുത്തു, അത് കോടതി തള്ളി. അതിനുശേഷം എന്ത് ചെയ്തു, കൃത്യമായിട്ട് FIR കോഷ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു, കോടതി കഴിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, അന്തിമമായിട്ടുള്ള വിധി പ്രസ്താവനത്തിലേക്ക് വന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ നാളെ ദിലീപ് എന്ന് മാറ്റും, ആ വ്യക്തിയെ മാറ്റിയിട്ട് മറ്റൊരാളായാലും ഇത് തന്നെയാണ് അവസ്ഥ. തീർച്ചയായിട്ടും എത്രയോ കേസുകളിൽ കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. എത്രയൊക്കെ കേസുകൾ ഒരു ഇത് ക്രൂവലായിട്ടുള്ള എത്രയോ അല്ലെങ്കിൽ ബ്രൂട്ടനായിട്ടുള്ള എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും അല്ലെങ്കിൽ പല പല ആക്രമങ്ങളിലും ഒക്കെ തന്നെ പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. ഉടനെ എല്ലാവരും കൂടെ ചേർന്ന് ഇത് അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇത് എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത്, നിങ്ങളുടെ ആരുടെ അംഗീകാരം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കോടതിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നാളെ ഇപ്പോൾ ദിലീപിനെ ഇപ്പോൾ ഒരാൾക്കൊരു അക്യൂസർ എന്ന് പറയാൻ നിയമപരമായി കഴിയുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അദ്ദേഹത്തെ ഒരു പ്രതി എന്ന് പറയാൻ കഴിയുമോ? പറ്റത്തില്ല. ഒരു കുറ്റാരോപിതനായ ദിലീപ് എന്ന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, പറയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇവരുടെ ഒന്നും അംഗീകാരം എന്ത് ചെയ്യേണ്ട, കോടതിക്ക് ഇതിനാവശ്യമില്ല. ഇവരൊക്കെ വെറുതെ എന്ത് ചെയ്യുന്നു, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ അല്ലെങ്കിൽ
ചാനലുകളുടെ മുമ്പിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വന്നു നിന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വ്യവസ്ഥാപിതമായ നമ്മുടെ നാട്ടിലൊരു വ്യവസ്ഥാപിതമായ സംവിധാനമുണ്ട്. അപ്പോൾ ആ സംവിധാനത്തെ അംഗീകരിക്കാത്ത ഈ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, അതിനെ തിരുത്താനുള്ള നടപടികളാണ് എന്ത് ചെയ്യേണ്ടത്, സ്വീകരിക്കേണ്ടത്. ഇനിയിപ്പോൾ അത് തിരുത്തിയാൽ പോലും ദിലീപിന് അത് ബാധകമല്ല. കാരണം നമ്മുടെ രാജ്യത്ത് ക്രിമിനൽ പ്രൊസീഡിങ്സ് അനുസരിച്ച് ക്രിമിനൽ നിയമങ്ങൾക്ക് എന്തില്ല, മുൻകാല പ്രാബല്യമില്ല. ഇനിയിപ്പോൾ പുതിയൊരു നിയമം കൊണ്ടുവന്നാൽ പോലും എന്തില്ല, അത് പഴയ കേസിനെ ബാധിക്കത്തില്ല. അപ്പോൾ ഉണ്ടായിരുന്ന നിയമത്തിന് ആനുകൂല്യമേ എന്ത് ചെയ്യുള്ളൂ, അദ്ദേഹത്തിന് ലഭിക്കത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ ഇനിയെങ്കിലും എന്ത് ചെയ്യണം, തെളിവുകൾ പുറത്തേക്ക് കൊണ്ടുവരൂ. പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാമല്ലോ, പുതിയ അന്വേഷണത്തിന് ഉത്തരവിറക്കാലോ. തീർച്ചയായിട്ടും. അതായത് ഒരു കേസിലെ ഒരു അന്തിമമായാൽ പോലും പുനരന്വേഷണത്തിലല്ല, പുതിയ തെളിവുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഗൂഢാലോചനയ്ക്ക് വീണ്ടും എന്ത് ചെയ്യാൻ കഴിയും, കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഈ പറയുന്ന അതിനുള്ള നിയമപരമായിട്ടുള്ള ഒരുപാട് കോടതി വിധികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പല കേസുകളിൽ നമ്മൾ ഈ പറയുന്ന കൂടത്തായി ഉൾപ്പെടെയുള്ള കേസുകളിൽ നമ്മൾ അതെന്ത് ചെയ്തിട്ടുള്ളതാണ്, കേസുകൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു, റീ ഓപ്പണിംഗ് നടന്നിട്ടുള്ളതാണ്. പല കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യവസ്ഥയൊക്കെ ഉണ്ടായിരിക്കെ അതായത് പലരുടെയും കയ്യിൽ കൈരേഖയാണ് കൈരേഖയാണ് എന്ത് ചെയ്യുന്നത്, അവരങ്ങ് പറയുകയാണ് ഇതെന്ത് ചെയ്യുന്നു, ഇതെങ്ങനെയാണെന്ന് അങ്ങനെയാണെന്ന് അങ്ങ് പറയുകയാണ്, സ്ഥാപിക്കുകയാണ്. അതിനുശേഷം പറയുന്നത് എന്ത് ചെയ്യില്ല, നീതി ലഭിച്ചിട്ടില്ലെന്ന്. നീതി ഇനി ലഭിക്കാൻ എന്ത് ചെയ്തിട്ടില്ല. ഇപ്പം നീതി എന്ന് പറയുന്നത് ഒരു ഏകപക്ഷീയമല്ല. നീതി എന്ന് പറയുന്നത് കുറ്റാരോപിതനും ലഭിക്കാൻ അർഹതയുണ്ട്, കുറ്റവാളിക്കും ലഭിക്കാൻ അർഹതയുണ്ട്, എല്ലാവർക്കും നീതി എന്താണ് ലഭിക്കാൻ. അത് നീതി ലഭിക്കേണ്ടത് കോടതിയിൽ നിന്നാണ്. അത് കൃത്യമായിട്ട് കോടതിയിൽ നിന്ന് ലഭിച്ചോളും. അതിനെ അംഗീകരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അങ്ങ് അട്ടത്ത് വെച്ച കാര്യമേ ഉള്ളൂ. അല്ലാതെ KSRTC ബസ്സിൽ കയറി നാളെ മുതൽ ദിലീപിൻ്റെ പടം കയറാൻ കാണത്തില്ല. ആര് കാണണ്ടാത്തവർ കാണണ്ട. ഇത് ജനാധിപത്യ രാജ്യത്ത് ഇഷ്ടമുള്ളവർ കാണുക. ഇയർഫോൺ വെച്ചോണ്ടിരുന്നാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യട്ടെ, ചെവിയിൽ പഞ്ഞി വെച്ച് എന്ത് ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ നാളെ ഇനി ഇവർ പറയുവാണ്, ഇവർ പോകുന്ന റൂട്ടിലൂടെ ഇപ്പം ഒരു സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കലെന്ന് പറഞ്ഞാൽ നടക്കുമോ? അല്ല, നാളൊരു പക്ഷേ അതും ആവശ്യമായിട്ട് ദിലീപിന്റെ സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പാടില്ല, അല്ല സിനിമയുടെ പടം റിലീസ് ചെയ്ത്. ഇതൊക്കെ ഒരു കടന്ന കൈയാണ്. കാരണം ഇത് നമ്മൾ ഒരിക്കലും ഇതിന്റെ കൂടുതൽ എന്താകുന്നത് ഒരു ഭാഗത്ത് അതിന്റെ ഈ കേസിന്റെ തന്നെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ രണ്ട് പക്ഷങ്ങൾ എപ്പോഴും ഉണ്ടാകാം. അതായത് ഇതിനൊക്കെ എന്ത് ചെയ്യും, മറ്റൊരു പക്ഷവും കൂടെ ഉണ്ട്. കാര്യം ഇതൊക്കെ ചിന്തിക്കുന്നവർ ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് അധിക്ഷേപിച്ച് ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ആളുകളുടെ ഒരു സിമ്പതി ദിലീപിലേക്ക് പോകുന്നത് ഉറപ്പായിട്ടും. കാരണം അതിജീവിതക്കെതിരെ പോലും ആളുകൾ ചിന്തിച്ചു തുടങ്ങും. അതിലേക്ക് വരാനുള്ള കാര്യം, അതിജീവിതം ഇപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്, അതിജീവിതയോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനും അല്ലെങ്കിൽ അന്വേഷണ സംഘവും ചെയ്യേണ്ടത് ഒന്ന് ഹൈക്കോടതിയിലേക്ക് പോവുക, പുതിയ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ പുതിയ ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യുക. ദിലീപ് എന്ത് ചെയ്യുക, അദ്ദേഹത്തിനെതിരെ നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേസിന് പോവുക. ഇത് പൊതുസമൂഹത്തെ വെറുതെ മലീമസമാക്കാൻ വേണ്ടി വെറുതെ എന്ത് ചെയ്യുന്നു, ആവശ്യമില്ലാത്ത ചർച്ചകൾ കൊണ്ടുവന്ന് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പ്രഹസന സമരങ്ങളും അല്ലെങ്കിൽ പ്രഹസനമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലും. അപ്പോൾ ഇവിടെ എല്ലാത്തിനും പറയുന്നത് എന്താണ്, ഈ അവൾക്കൊപ്പം എല്ലാവരും അവൾക്കൊപ്പമാണ് തീർച്ചയായിട്ടും. പക്ഷെ എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥാപിതമായ ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഒരു നീതിന്യായ പീഠത്തെ അതിനി ആരായാലും രാഷ്ട്രീയപരമായിട്ടായാലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയാലും തള്ളിപ്പറയുന്നത് നിയമവിരുദ്ധമാണ്. നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. അത് നമ്മുടെ പാവപ്പെട്ടവരുടെ നീതി എന്ന് പറയുന്ന ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ രാജ്യം അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.